തിരുവനന്തപുരം പൂന്തുറയിലേക്ക് പോയാൽ അവിടെ 1000 കിലോ തൂക്കമുള്ള ഒരു തിരണ്ടി മത്സ്യം പിടിച്ചു. പൂന്തുറ സ്വദേശി മൈക്കിളിന്റെ വള്ളത്തിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ ഭീമൻ തിരണ്ടിയെ പിടിച്ചത്. 22,500 രൂപയ്ക്കാണ് മത്സ്യം വിറ്റുപോയത്. ജിബിൻ ജെബി ചേരുന്നു. ഗുഡ് മോർണിംഗ് ജിബിൻ. ജിബിൻ, എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളെ നന്നായി പണിപ്പെട്ടായിരിക്കണം ഈ 1000 കിലോ ഭീമനെ കരക്കെത്തിച്ചത്, അല്ലേ? അത് തന്നെയാണ് മോത്തി. കാര്യം എന്ന് പറയുമ്പോൾ ഇവർ ഈ പൂന്തുറ സ്വദേശിയായ മൈക്കിളിൻ്റെ വള്ളത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവർ രാത്രിയോടുകൂടി മത്സ്യബന്ധനത്തിനായി പോകുന്നത്. നമുക്കറിയാം, ഈ പൂന്തുറ ഭാഗത്തു നിന്നൊക്കെ സാധാരണയായി പോകുന്നത് ചെറുവള്ളങ്ങളാണ്. അപ്പോൾ ചെറുവള്ളങ്ങളിൽ ഇത്രയും വലിയൊരു മീൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് കരയ്ക്ക് കൊണ്ടുവരുന്നതിനൊക്കെ തന്നെ വലിയ പണിയെടുക്കേണ്ടി വരും. കാരണം ഇവർ ഏകദേശം രാത്രി 12 മണിയോട് കൂടിയാണ് ഇവരുടെ വലയിൽ ഈ ഒരു ഭീമൻ 1000 കിലോളം വലുപ്പമുള്ള ഈ തിരണ്ടി മത്സ്യം അവരുടെ വലയിൽ അകപ്പെടുന്നത്. അതിനുശേഷം ഏകദേശം 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഇവരുടെ വലയ്ക്കുള്ളിൽ ഈ ഒരു മത്സ്യത്തിനെ ഒതുക്കുന്നത്. പിന്നെയും എടുത്തു ഏകദേശം 9 മണിക്കൂറോളം ഈ ഒരു മീനിനെ കരയ്ക്കെത്താൻ. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു മീനിന് കടലിൽ നിന്ന് പിടിച്ച ഒരു മീനിന് സാധാരണഗതിയിൽ ഒരു വില ലഭിക്കണമെങ്കിൽ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ തന്നെ തീരത്തെത്തിക്കണം. എന്നാൽ മാത്രമേ വാങ്ങാൻ എത്തുന്നവരും ലേലത്തിൽ എടുക്കാൻ എത്തുന്നവരൊക്കെ തന്നെ അവിടെ ഉണ്ടാവുകയും ഈ മീനിന് അർഹിച്ച വില ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇവർക്ക് ഇത്രയും വലിയൊരു മത്സ്യമായതുകൊണ്ട് തന്നെ കരയ്ക്കെത്തിക്കാൻ വലിയ പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എത്താനും നല്ല താമസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് വിചാരിച്ച രീതിയിലുള്ള, അതായത് ഒരു 1000 കിലോ തിരണ്ടി മത്സ്യത്തിന് ലഭിക്കേണ്ട വില ഇവർക്ക് ലഭിച്ചിട്ടില്ല. എന്നാലും 22,500 രൂപയ്ക്ക് ഇവർക്കിത് വിറ്റ് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും, അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വേനലായിരുന്നു. വേനൽക്കാലത്തൊക്കെ തന്നെ വേനൽ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് മഴയുടെ സമയമാണ്. മഴയാകുമ്പോഴേക്കും കുറച്ച് മത്സ്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. അതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഈ ഭീമൻ തിരണ്ടി വന്നത്. ഏതായാലും സന്തോഷമുണ്ട്, അവരുടെ അധ്വാനം ഫലം കണ്ടല്ലോ.